നാടോടിക്കാറ്റ് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ വന്ന ഉരുത്തിരിഞ്ഞ കഥയാണെങ്കിലും അത് നിങ്ങളുടെ അല്ല. ഞാനതിന് ആളല്ല. കാരണം ഇതിന് ഒരുപാട് ഗുസ്തി ഇതിൻ്റെ പുറത്തുണ്ടായിട്ടുള്ളതാണ്. ഇപ്പം വീണ്ടും ഇടയ്ക്ക് നല്ല പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ച് വരുന്നത് ശ്രീനിവാസൻ സത്യനന്ദയ്ക്ക് ഇടയ്ക്ക് തന്നെ അങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. തീവണ്ടിയുടെ പോക്ക് കണ്ട അറിയാമല്ലോ, ഏത് റെയിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പല പ്രാവശ്യം അതിനെ പറ്റി പറഞ്ഞു. ഈ പറഞ്ഞ പോലെ പലപ്പോഴും പറയുന്നതിന് പല സമയത്തും പറയുമ്പോൾ വരുന്നതിന് ചില പറയുന്നതിൻ്റെ അർത്ഥ വ്യത്യാസമൊക്കെ തോന്നലുകളിൽ ഇടയ്ക്ക് അതിനകത്ത് ഏറിയൊരു കല്ലുകടിയൊക്കെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഇനിയും വീണ്ടും അത് തോണ്ടണ്ട, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇടയ്ക്ക് ആ പടം ഇങ്ങനെ ടി വിയിലൊക്കെ വരുമ്പോൾ ലാലത് കാണാതെ ഓഫാക്കുന്നതിനോട് ഒരാൾ പറഞ്ഞു. എനിക്കിഷ്ടമാണ് സിനിമ. സത്യം ഇല്ല, എന്തൊക്കെ പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ഇത് കേസിന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തീരുമാനമെടുത്തു. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ പറഞ്ഞു നിങ്ങളിത് കേസ് കൊടുക്കണം, അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ഫസ്റ്റ് സാർ പറഞ്ഞത് നിങ്ങൾ തുടക്കക്കാരാണ്, ആദ്യമായിട്ട് സിനിമയിലേക്ക് വരിക, അത് തന്നെ ഒരു കേസും പുലിവാലൊക്കെ ആയിട്ടൊന്നും വരണ്ട, അതൊന്നും ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ ചിന്തകൾ ഇവിടെ വില പോകുന്നതാണ്, കച്ചവടമാകുന്നതാണ്. അത്രയും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് വേറെ കേടുപാടൊന്നും ഇല്ലാതെ സാധിച്ചു എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് സൈലന്റ്. അതോടുകൂടി നിങ്ങൾ അടങ്ങിയോ? അടങ്ങി. പിന്നെ പറഞ്ഞ പോലെ ഇതുപോലെ നിങ്ങളെപ്പോലുള്ള ആളുകളൊന്നും തോണ്ടുമല്ലോ. അപ്പോൾ നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞു. ലാല് പക്ഷേ ഫാസിൽ പറഞ്ഞിട്ടും ലാല് കൂട്ടാക്കാൻ തയ്യാറായില്ല എന്നോട് ഒരാൾ പറഞ്ഞു. കുറച്ചു കാലം കൂടി ഇത് കേസ് കൊടുത്ത് നടക്കും, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ 4 പേർ ഇത് പറയട്ടെ, മധ്യസ്ഥം പിടിക്കട്ടെ. ഇല്ല, പ്രത്യേകിച്ച് ഫാസിൽ സാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ല. ഫാസിൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കേസിന് പോകുമായിരുന്നു. ചിലപ്പോൾ പോയേനെ. അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അബദ്ധങ്ങൾ കാണിച്ചാണ്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സീറ്റിലിരിക്കില്ലായിരുന്നു. ഇപ്പോൾ ആ സിനിമ കാണുമ്പോൾ എന്താ തോന്നുന്നു, മനസ്സിലേക്ക് വരുന്ന വികാരം? ഭയങ്കര രസമല്ലേ, എനിക്കിഷ്ടമാണ്. പിന്നെ നയനന്ദ്രജൻ എനിക്ക് ആ കാര്യത്തിൽ നുണ പറയേണ്ട കാര്യം. അതെ, ലാലും സിദ്ദിഖും കൂടി എടുത്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു? ചിലപ്പോൾ ഇത്ര നന്നാവില്ലായിരുന്നു. മഹാൻ രൂപക്കൂട്ടിലേക്ക് നമ്മൾ കയറ്റാൻ സമയമായിരിക്കും. അല്ല സാർ, നമ്മളന്ന് ഒന്നും ഡയറക്റ്റ് ചെയ്യാനെല്ലാം എടുക്കുന്നതായിട്ടില്ല. ഫാസാറിൻ്റെ കൂടെ എന്താ പറയുക, വർഷം 16 എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ കഥ കേൾക്കാൻ വേണ്ടി വരുന്നതും. ഞങ്ങൾ ഫാസാറിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ശ്രീനിവാസിൻ്റെ അടുത്ത് സത്യനന്ദിക്കാനത്ത് ഫുള്ളായിട്ട് കഥ പറയുന്നത്, അവർ നോട്ട്സ് എടുത്ത് പോകുന്നതൊക്കെ. അന്നൊന്നും നമ്മളൊന്നും ആയിട്ടില്ല. അന്ന് ഞങ്ങളുടെ അടുത്ത് ഫാസാർ സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അടുത്ത പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ രാംജി റാവു ചെയ്തത്. കാരണം നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രശ്നം വല്ലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. രാംജി റാവു ഇതൊക്കെ പുല്ലേപ്പടി നടന്നിട്ടുള്ളതാണോ ഈ രംഗങ്ങളൊക്കെ? ഇത്തരത്തിലുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഉറപ്പായിട്ടുണ്ടായിരുന്നു. സംഭവങ്ങളൊന്നും നടന്നിട്ടുള്ളതല്ല. ഒരുപക്ഷെ ഇതിനകത്ത് തുന്നം കൂട്ടിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളില്ലാതെ നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് രംഗങ്ങളാണ്. നിങ്ങളുടെ നിരീക്ഷണ പാഠവുമായിരിക്കാം ഇതുപോലുള്ള ഒരുപാട് മുഹൂർത്തങ്ങളെ ഈ സിനിമയിലേക്ക് ആവാഹിച്ചത്. അതേ ഇത് വെറും മനസ്സിൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് സക്സസ് ആകും എന്ന് വിചാരിച്ചിട്ടാണ്? ഇതിപ്പോൾ ഈ ഒന്ന് സ്റ്റേജിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. സ്റ്റേജിൽ മിമിക്സ് പരേഡ് എന്ന് പറയുന്ന 3-3.5 മണിക്കൂർ നീളമുള്ള ഒരു പ്രോഗ്രാം. അതിനൊരു കണ്ടിന്യൂറ്റി കഥയില്ല. ഒന്നാമത് തനിയായിട്ടുള്ള സ്കിറ്റുകൾ. എന്നിട്ടും ഈ തുടങ്ങുന്ന ആളുകളെ അടുത്തതിലേക്ക് എന്നുള്ളൊരു താല്പര്യം, അടുത്തത് എന്ത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ സിനിമയിൽ നമുക്ക് കഥാസന്ദർഭം കൊണ്ടുണ്ടാക്കാം. ഇനി അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇനി എന്ത് ചെയ്യുന്നു. പക്ഷേ സ്റ്റേജിൽ ഈ മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ പരിപാടിക്ക് അങ്ങനെ ഒരു ചോദ്യമില്ല. ഇതിവിടെ തീർന്നു, പിന്നെ അടുത്ത ഭവനമൊളി തുടങ്ങുന്ന പോലെ പുതിയതായിട്ട് തുടങ്ങുക. പക്ഷെ അവിടെ ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കും ഇതിനെ അടുത്ത് വരുന്നത് എന്ന് തോന്നൽ നമ്മൾ 2-3 ഐറ്റം ഉണ്ടാക്കും. ആദ്യം തുടങ്ങിയ ഐറ്റത്തിനേക്കാൾ ബെറ്ററാണ് അടുത്തത്, അതിനേക്കാൾ നല്ലതാണ് അടുത്തത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലുതാണ് എന്ന് പറയുന്നത്. ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ആ പ്രോഗ്രാം അവസാനം വരെ ആളുകൾ ഇരിക്കുന്ന കൈയടിച്ചിറങ്ങിപ്പോകുന്നത്. ആ ഒരു ഗ്രാഫിനെ കുറിച്ചിട്ടുള്ള നല്ല ധാരണ നമുക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ സിനിമകളുടെ വിജയം. ഓരോ പിച്ചിൽ നിന്ന് വേറൊരു പിച്ചിലേക്ക് പോകാം. അതെ.
പ്രേക്ഷകന്റെ മനസ്സിൽ ഉദ്യോഗം വരണം, ധർമ്മം വരണം, ഒരിക്കലും താഴേക്ക് ചിലപ്പോൾ പാരലായിട്ട് കുറച്ചേരൊക്കെ പോയി പോകാം. പിന്നെ വളരെ മേലിലേക്ക് ഇടക്ക് പോയി തോന്നിക്കഴിഞ്ഞാലാണ് അന്ന സമയത്താണ് നമ്മൾ മിക്കവാറും ഒരു പാട്ടൊക്കെ ഉപയോഗിക്കുന്നത്. പാട്ട് എപ്പോഴും താഴേക്ക് കൊണ്ടുവരും, കുറച്ച് വലിയ ശല്യമില്ലാതെ നമ്മളെ കഥയെ ഡാമേജ് ചെയ്യാതെ അവനൊന്ന് താഴേക്ക് വരും. അങ്ങനെ ഒരു ഇടക്കൊന്നും താഴേക്ക് ചെറുതായിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് പോയി ഉത്തരത്തിൽ തലയിടിച്ച് മരിച്ചു. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ചില പാട്ടാണ് നമ്മളതിന് കൂട്ടുപിടിക്കുന്നത്. പാട്ട് വെച്ചിട്ട് ഒന്ന് പതുക്കി മിക്കവാറും നമ്മുടെ പടങ്ങളിൽ പാട്ടിന്റെ പോർഷനിലാണ് ഒന്ന് ചെറുതായിട്ട് വലുതായിട്ട് ഡൗൺ ആക്കി കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാനായിട്ട് പുറത്തു പോകും. പിന്നെ പൊങ്ങില്ല. അപ്പൊ കുഴപ്പമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കഥ പറച്ചിലിന്റെ ഒരു ഗ്രാഫിനെ കുറിച്ചുള്ള ധാരണ ഒരാളതാ കാത്തിരിക്കുന്നു. ലാലേ, എന്തുണ്ട്? നമ്മളെ ഈ 84 നമ്മുടെ നോക്കത്തവരത്ത് കണ്ടുന്നിട്ട് തുടക്കം. അത് കഴിഞ്ഞ് റാംജി റാവു വന്നപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ മദ്രാസിലെ ജീവിതവും എല്ലാം ലത്തിക്കാനുള്ള സമയവും പാച്ചിയും എല്ലാം ഒരു ഭയങ്കര രസകരമായ ഒരു പീരീഡായിരുന്നു. അതൊരിക്കലും സിദ്ദിഖിനെയും ലാലിനും എനിക്കൊന്നും മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ. ആ സമയത്ത് കോമഡികളുടെ പൂരമായിരുന്നു. ഓർമ്മയുണ്ടോ? അതിലെന്തെങ്കിലും ഒരു രസകരമായ ഒരു സംഭവം ഒന്ന് ഓർക്കുന്നുണ്ടോ? ഒന്ന് പറയാമോ ഒരാൾ? പറയാണ് എന്തെല്ലാം പറയണോ? ഒരുപാട് പറയാനുണ്ട്. അതായത് എന്താ പറയാ, ഒരു എപ്പിസോഡായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ ഓരോ സെക്കൻഡ് തമാശ. പ്രത്യേകിച്ച് ലത്തീഫിക്കാന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള അറിയാമായിരിക്കും. അദ്ദേഹം മരിച്ചുപോയി, പി. ലത്തീഫ്. അദ്ദേഹമൊക്കെ കുട്ടികളെ പോലെ ചിന്തിക്കുന്ന ഞങ്ങളുടെ ഒപ്പം ഇങ്ങനെ നിന്നിരുന്ന ആളാണ്. അപ്പോൾ ആ ഒരു സമയം ഫാസിദ് സാറുമായിട്ട് നമുക്ക് അങ്ങനെ തമാശകളില്ല. ഫാസിദ് സാർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര രസകരമാണ്. കണ്ടു മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമായിരുന്നു. ആ ഒരു കാലഘട്ടം പറയാതിരിക്കാൻ നിവൃത്തില്ല. ഗംഭീരമായിട്ട് കാലഘട്ടം. അപ്പം അതിനകത്ത് തമാശ എന്നൊക്കെ പണ്ടെടുത്തു എല്ലാ തമാശയാണ്, ഒക്കെ തമാശകളാണ്. പ്രത്യേകിച്ച് ഒരു ഒന്നായിട്ട് പറയാൻ പറ്റില്ല. അവിടുത്തെ ജീവിതം തന്നെ തമാശയായിരുന്നു. ഔസേപ്പച്ചൻ്റെ തമാശ പറയാം. തമാശയാണോ? ഔസേപ്പച്ചൻ്റെ നിങ്ങളെല്ലാം കൂടി കൊടുത്ത പണി പറ. ഔസേപ്പച്ചനുണ്ട് നിങ്ങളെല്ലാം കൂടി കൊടുത്ത പണിയെ കുറിച്ച് പറ. പണിയോ? പണി പറയുകയാണെങ്കിൽ ദേശാടനം കൊണ്ട് ജയരാജിൻ്റെ പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പടം ഫസ്റ്റ് കോപ്പി ആയി കഴിഞ്ഞപ്പോൾ ജയരാജ് വിളിച്ചിട്ട് പടം വിളിച്ച് കാണിച്ചു. എന്നെ സിദ്ദിഖിനെ വിളിച്ച് കാണിച്ചു. ഗംഭീര പടം. നമ്മൾ കരഞ്ഞ് അടപ്പ് തെറിച്ചു പോയി ആ പടം കണ്ട്. അപ്പോൾ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളതാണ് പുള്ളി ഞങ്ങൾ വിളിച്ച് ചോദിച്ച ഒരു കാര്യം. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു തീരുമാനം, ഈ പടം വന്ന് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പണം തിരിച്ചു തരാം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പരസ്യം വേണം. പക്ഷെ അങ്ങനെ പണം തിരിച്ചു തരാമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ആളുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ പൈസ ചോദിച്ചു വരികയും ചെയ്യും. പൈസയും പോവും, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള പേരും വരും. അപ്പോൾ അത്രയും ബലമുള്ളൊരു ക്യാപ്ഷനും കാര്യങ്ങളും വേണം തീരുമാനിച്ചിട്ട് അവസാനം ഞാൻ പറഞ്ഞൊരു ക്യാപ്ഷനാണ്. ഇപ്പം മമ്മൂട്ടിയുടെ തല വെച്ചിട്ട് ഈ സിനിമയിൽ ഞാനില്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ ചിത്രം കണ്ടപ്പോൾ ആഗ്രഹിച്ചു പോയി. അടുത്ത പരസ്യം മോഹൻലാലിൻ്റെ തല വെച്ചിട്ട് ഇത് തന്നെ. അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് അങ്ങനെ ഒരു പരസ്യം ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെയ്തോ ഭയങ്കര ഹിറ്റായത്. പടവും ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ആ പരസ്യം ഭയങ്കര ഹിറ്റായി. പറഞ്ഞു വന്നതല്ല. ഇത് കഴിഞ്ഞ് കുറേ ആൾ കഴിഞ്ഞ് ഔസേപ്പച്ചന് പടം എടുത്തു. അപ്പോൾ പടം കണ്ടു, ഭയങ്കര കുഴപ്പമാണ്. പടത്തിന് പേരൊന്നും പറയുന്നില്ല. പൊട്ടിട്ടില്ല, പൊട്ടാൻ നിൽക്കുന്നു. നമ്മളെ കാണിച്ചു, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര കുഴപ്പമാണെന്ന് വെച്ചു. അപ്പോൾ ഔസേപ്പച്ചൻ അല്ലേ നമുക്ക് ഇതിന് അങ്ങനൊരു പരസ്യം വേണം. അപ്പോൾ അങ്ങനെയുള്ള അത് തന്നെ ഇനി കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല ഇപ്പോൾ മറ്റേ യാത്ര എന്ന് പറഞ്ഞ പടം വന്നപ്പോൾ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പരസ്യം ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു പരസ്യം. അപ്പം അതുപോലെ പറയണമെങ്കിൽ ആ പറയുന്നത് ശരിയായിരിക്കണം, കാണുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യണം. പക്ഷെ ഔസേപ്പച്ചനോട് സത്യം പറയാനും പറ്റില്ല. പക്ഷെ അത് പറയാനും നിവൃത്തിയില്ല. മുഖത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും? സത്യസന്ധമായിട്ട് പറയാം. സത്യസന്ധമായിട്ട് അവസാനം ഞാനൊരു ക്യാപ്ഷൻ പറഞ്ഞു കൊടുത്തു, ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ മലയാളത്തില് ഒരു നല്ല പ്രൊഡ്യൂസർ ഇനി നിങ്ങൾ കാണില്ല. അത് സത്യസന്ധമാണ്. സോറി, ഇതാണ് ഉദ്ദേശം എന്നുള്ള കാര്യം കരുതിയിട്ടുണ്ടാവില്ല.